ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വചനം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു 10-15 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യാകരണത്തിലെ തന്നെ ലിംഗവും അതായത് എതിർലിംഗവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ലിംഗവും വചനമൊക്കെ PSC പരീക്ഷകളിൽ വരാറുള്ള സ്ഥിരം ചോദ്യങ്ങളാണ്. പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലിംഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അധികം എങ്ങനെയാണ് വരിക? ഒന്നെങ്കിൽ പുല്ലിംഗം തന്നിട്ട് സ്ത്രീലിംഗ രൂപം കണ്ടെത്തുക, അങ്ങനെയുള്ള രീതിയിലായിരിക്കും വരിക കേട്ടോ. അപ്പോൾ ആ ഒരു കുറച്ച് ടൈപ്പ് ചോദ്യങ്ങളാണ്, ഒരു 13 ചോദ്യങ്ങളുണ്ട്. എത്ര എണ്ണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇത് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പം ചിലതിൻ്റെയൊക്കെ ആൻസർ അല്ല, ചില ഓപ്ഷൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് നമുക്ക് പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞ് ഉടനെ തന്നെ ആൻസർ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ പോസ് ചെയ്ത ശേഷം ആൻസർ കണ്ടെത്തിയിട്ട് ഞാൻ പറയുന്നതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഞാൻ പോയി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോയോന്ന്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ജാമാതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? കണ്ടോ, നമുക്ക് പുല്ലിംഗം തന്നിട്ടുണ്ട്, അതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ജാമാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജാമാതാവിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. അർത്ഥം വരുന്നത് മകളുടെ ഭർത്താവാണ് എന്ത് ജാമാതാവ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് സ്നൂഷയാണ് കേട്ടോ. ഓപ്ഷൻ ഡി സ്നൂഷ. ഓക്കെ, ഇനി ഇതെവിടെ കണ്ടാലും നിങ്ങൾക്ക് ഓർമ്മ വരണം. ഇപ്പോൾ ജാമാതാവിൻ്റെ സ്ത്രീലിംഗം വരുന്നത് സ്നൂഷയാണ്. സ്നൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മകൻ്റെ ഭാര്യയാണ് കേട്ടോ. സ്നൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ ഭാര്യ, അതാണ് ജാമാതാവിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. ഇനി ജനയിത്രി, ജനനി എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം അമ്മയാണ്. പക്ഷേ അതിൻ്റെ ഒന്നുമില്ല, അർത്ഥം അമ്മ എന്നാണ്. നമുക്ക് ലിംഗമാണല്ലോ വേണ്ടത്. അപ്പം ജനയിത്രീൻ്റെത് ഞാനിവിടെ എഴുതാം, ജനയിതാവ്. ജനയിതാവ്. ജനനീൻ്റെ ആണെങ്കിൽ ജനകൻ, അത് നിങ്ങൾക്ക് കുറച്ചും കൂടി പരിചയമുള്ള വാക്കായിരിക്കും. ഓക്കെ, ജനനീൻ്റെത് ജനകൻ എന്നാണ് ഓപ്പോസിറ്റ് വരുന്നത്. ഓക്കെ ആണേ, ജാമാതാവ് സ്നൂഷ. രണ്ടാമത്തതിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ മകൾ എന്ന അർത്ഥമുള്ള പദം ഏതാണ്? അപ്പം മകൾ, സ്നൂഷ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ? മകൻ്റെ ഭാര്യയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ജാമാതാവാണ്. അതിനി മറന്നു പോവില്ലല്ലോ, ഞാനിവിടെ എഴുതി വെക്കാം. സ്നൂഷയുടെ ഓപ്പോസിറ്റ് ജാമാതാവ്. ലിംഗമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ടത് എന്താണ്? മകൾ എന്ന അർത്ഥമുള്ള പദം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ വരുന്നത് തനയ ആണ്. തനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മകൾ എന്നാണ്. നമുക്ക് ലിംഗമാണല്ലോ പഠിക്കേണ്ടത്. അതിൻ്റെ എതിർലിംഗം എന്ന് പറയുമ്പോൾ പുല്ലിംഗത്തിൽ എന്ത് വരും? തനയൻ എന്ന് വരും. അപ്പം തനയൻ്റെ അർത്ഥം എന്ത് വരും? മകൻ എന്ന് വരും. ഇപ്പം മനസ്സിലായോ? തനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾ ആണ് അർത്ഥം, തനയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ എന്നാണ് അർത്ഥം. അപ്പോഴാണ് എതിർലിംഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം, വൈരി സ്ത്രീലിംഗം കണ്ടെത്തുക. വൈരി എന്ന് പറയുന്ന വാക്കിൻ്റെ സ്ത്രീലിംഗമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഏതാ വരിക? ഒരേപോലത്തെ കുറേ കൊടുത്തിട്ടുണ്ട് അല്ലേ? വൈരിണി, വൈരാഗി, വൈരത്തി, വൈര എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂഷൻ വരും, പക്ഷെ പഠിച്ചു വെക്കുക. വൈരിയുടേത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ വൈരിണി എന്നാണ്. വൈരിണി. അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. രോഗി, രോഗിണി എന്നാണ് അതിൻ്റെ സ്ത്രീലിംഗം വരിക. എന്താണ്? രോഗി, രോഗിണി. അനുരാഗി, അനുരാഗിണി. അങ്ങനെയൊക്കെ കുറച്ച് വാക്കുകളുണ്ട് കേട്ടോ. അതേപോലെയാണ് വൈരി, വൈരിണി. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, കവി. ഇതെപ്പോഴും ചോദിക്കാറുണ്ട്. എത്ര പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നാലും പലരും ഇത് തെറ്റിക്കാറുണ്ട്. കവിയിത്രിയാണോ, കവിയത്രിയാണോ, കവയിത്രിയാണോ, ഏതാന്ന് കൺഫ്യൂഷൻ വരാറുണ്ട്. പഠിച്ചു വെക്കുക, എഴുതി തന്നെ നോക്കുക. ഓപ്ഷൻ സി കവയിത്രി എന്നാണ് ആൻസർ വരിക. എന്താണ്? കവയിത്രി. ഓക്കെ, ഇത് പലരും തെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പദശുദ്ധിയിൽ ശരിയായ രൂപം കണ്ടെത്താനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇതെല്ലാം തന്നിട്ട് ശരിയായ പദം ഏതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ആ രീതിയിൽ ഇത് വരാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ ചോദ്യം,
അനപത്യൻ അതിൻ്റെ എതിർലിംഗം എന്താണ്? അനപത്യൻ. അനപത്യൻ്റെ എതിർലിംഗം വരുന്നത് ഓപ്ഷൻ ബി അനപത്യ എന്നാണ് കേട്ടോ. അനപത്യ. അനപത്യമില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ എന്താ? സന്തതി ഇല്ലാത്തവൾ അഥവാ മക്കളില്ലാത്തവൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ശരി, 6ാമത്തെ ചോദ്യം. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. എന്താണ് സുതൻ? ഏതാണ് വരിക? എളുപ്പമാണ്. സുതൻ്റെത് സുതയാണ് വരിക. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സുതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? മകൻ എന്നാണ്. സുത അപ്പം എന്തായിരിക്കും? മകൾ എന്നാണ് അർത്ഥം വരുന്നത്. ശരി, 7ാമത്തെ ചോദ്യം. ഭൃത്യ. ഭൃത്യയുടെ എതിർലിംഗമാണ് എഴുതേണ്ടത്. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ: യജമാനൻ, മന്നവൻ, ഭൃത്യൻ, ഭ്രാതാവ്. ഭൃത്യയുടെ എതിർലിംഗം വരുന്നത് ഭൃത്യനാണ് കേട്ടോ. പഠിച്ചു വെച്ചോളുക. ഭൃത്യയുടെ എതിർലിംഗം വരുന്നത് ഓപ്ഷൻ സി ഭൃത്യൻ എന്നാണ്. യജമാനൻ്റെത് വരിക എന്താണെന്നറിയോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എഴുതി വെക്കുക കേട്ടോ. യജമാനത്തി എന്നാണ് കേട്ടോ. യജമാനത്തി. ഭ്രാതാവിൻ്റെത് വരുന്നത് സ്വസ്താവ് എന്നാണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഭ്രാതാവ്, സ്വസ്താവ്, അതേപോലെ തന്നെ യജമാനൻ, യജമാനത്തി. ശരി, അടുത്ത 8ാമത്തെ ചോദ്യം. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. നേതാവ് ഏതാണ്? നേത്രിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് വരിക. നേത്രി എന്നാണ്. ഇതൊന്നുമല്ല എന്നൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, പക്ഷെ ശ്രദ്ധിക്കുക. നേതാവ്, നേത്രി. ഇനി 9ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദമാണ് കണ്ടെത്തി എഴുതേണ്ടത്. അവൾ പുല്ലിംഗമാണോ? അല്ല. മിടുക്കൻ. അതെ അല്ലേ. മകൾ അല്ല. സമർത്ഥ്യ അല്ല. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഏതാണ് ആൻസർ വരുന്നത്? 9, ഓപ്ഷൻ ബി മിടുക്കൻ ആണേത് പുല്ലിംഗ ശബ്ദത്തിൽ വരുന്നത്. അവൾ എന്നുള്ളതിൻ്റെ പുല്ലിംഗം എന്താണ്? എളുപ്പമാണ്, അവൻ എന്നാണ്. മകൾ എന്നുള്ളതിൻ്റെതോ? മകൻ എന്നാണ്. സമർത്ഥ എന്നുള്ളതിൻ്റെത് സമർത്ഥൻ എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ഏത്? വിദ്വാൻ. അത് എളുപ്പമാണ്, ഇത് പലർക്കും അറിയുന്നതാണ്. വിദുഷി എന്നാണ് അർത്ഥം അല്ലേ. വിദുഷി. ഋഷീൻ്റെത് എന്താണ്? എഴുതി വെക്കാം കേട്ടോ. ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഋഷീൻ്റെത് ഋഷിപത്നി. എന്താണ് ഋഷീൻ്റെ സ്ത്രീലിംഗം വരുന്നത്? ഋഷിപത്നി. കേമൻ്റെതാണെങ്കിലോ? കേമി. എളുപ്പമാണ്. ശാന്തൻ, ശാന്ത. ഓക്കെ, വിദ്വാൻ വിദുഷി, ഋഷി ഋഷിപത്നി, കേമൻ കേമി, ശാന്തൻ ശാന്ത. വളരെ സിമ്പിളാണല്ലോ. ഇനി 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് ഏതാണ്? പുല്ലിംഗത്തിൽ പെടാത്തത്. അധ്യാപകൻ പുല്ലിംഗമാണ്, അപ്പോൾ അതല്ല. പുരുഷൻ പുല്ലിംഗമാണ്, അതല്ല. അവൻ പുല്ലിംഗമാണ്, അതല്ല. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി കുട്ടി എന്നുള്ളതാണ് വരുന്നത്. കുട്ടി എന്നതിൻ്റെ പുല്ലിംഗ രൂപം ആൺകുട്ടി എന്നാണ് വരിക. സ്ത്രീലിംഗ രൂപം പെൺകുട്ടി എന്ന് വരും. ഓക്കെ, ഇനി 12ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ജാരൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ജാരൻ. നമ്മൾ നേരത്തെയൊക്കെ വൈരിണി എന്നൊക്കെ പറഞ്ഞ പോലെ ജാരിണി എന്നാണ് കേട്ടോ. നമ്മൾ നേരത്തെ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ഇവിടെ എഴുതി തരാം. വൈരി എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? വൈരിണി. അതേപോലെ തന്നെ ഇപ്പം എന്ത് പഠിച്ചു? ജാരൻ, ജാരിണി. വേറെ എന്താ പഠിച്ചത്? രോഗി, രോഗിണി. ഇതൊക്കെ ഈ ഒരു രീതിയിൽ വരുന്നതാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വയ്ക്കുക. രോഗിണി, രാഗിണി, വൈരിണി ഇതുപോലെയുള്ള സ്ത്രീലിംഗ രൂപമാണ് ഈ ജാരിണി എന്ന് പറയുന്നതും. ഓക്കെ, ഇനി 13ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭാഗിനേയൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം എഴുതുക. ഭാഗിനേയൻ. ഓപ്ഷൻ ബി ഭാഗിനേയി ആണ് കേട്ടോ. ഭാഗിനേയൻ, ഭാഗിനീയി. ഭഗിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം സഹോദരി എന്നാണ് കേട്ടോ. ഭഗിനി സഹോദരി എന്നാണ് അർത്ഥം വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാതൃ എന്നാണ് വരിക. എന്താണ്? ഭ്രാതൃ. ഓക്കെ,
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. 13 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. ഇതേപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സെഷൻസ് ഇനിയും ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സയൻസ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പഠിച്ചവർക്ക് റിവിഷൻ ചെയ്യാനും ഏതൊരു PSC എക്സാമിനായാലും ഇത് ഉപകാരപ്പെടുള്ളൂ. ഞാൻ ഈ രീതിയിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് തന്നെയാണ് പഠിച്ചത്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് മാതാവ് സ്നൂഷ എന്നുള്ളത് നിങ്ങളിവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പം സെയിം ക്വസ്റ്റ്യൻ ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയോ ഒരു ഓർമ്മ കിടക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് വൈരിണിനെ നിങ്ങൾ മറക്കില്ല, രോഗിണി മറക്കില്ല. അതേപോലെ ക്വസ്റ്റ്യൻസ് ഇനിയും പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിൽ തറച്ചു കയറും. അപ്പോൾ ഇതേപോലെ മലയാളം ക്വസ്റ്റ്യൻസ് ഇനിയും ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. ശരി, താങ്ക്